ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, ഈ വീട്ടിലെ കെട്ടുറുപ്പിനെല്ലാം കാരണം അച്ഛനാണെങ്കിലും അതിലൊരു നല്ല പങ്ക് നയനയും വഹിക്കുന്നുണ്ട്. നയന ഈ കുഞ്ഞിനെ അംഗീകരിച്ച കാരണം തന്നെ ആദർശിൻ്റെ ഭാഗത്ത് ഒന്നും തെറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളൊക്കെ അവൻ്റെ ഒപ്പം നയനയുടെ ഒപ്പം നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് ഏട്ടത്തി എന്നൊക്കെ ചോദിക്കും. അപ്പം ദേവയാനി പറയും, എനിക്കങ്ങനെ എല്ലാം ഒന്നും അങ്ങനെ മറക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ അങ്ങനെ സ്നേഹിക്കുന്ന ആരും എനിക്കിനി ഒന്നുകൂടെ ഒക്കെ ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് ജയനും അജയനും അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് ചന്തുമോൾ വന്ന് ആ ചോക്ലേറ്റ് ദേവയാനിയുടെ നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്കിതൊന്ന് തുറന്നു തരാമോന്ന്. നിനക്കിത് തുറന്നു തരാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, പോയി അങ്ങ് തുറന്നു തന്നാൽ പോരെ, അല്ല നിനക്ക് എന്നാ സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. എനിക്ക് പറ്റുന്നില്ല മുത്തശ്ശി, അതുകൊണ്ടാണ് മുത്തശ്ശി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി ആരും കാണുന്നില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അത് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു കഷ്ണം എടുത്ത് കുഞ്ഞിൻ്റെ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് ഞാനാണ് ചെയ്തതെന്നൊന്നും പറയരുത് കേട്ടോ എന്ന്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെ അങ്ങോട്ട് വെറുക്കാനും പറ്റുന്നില്ലല്ലോ, ഇതിൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വെറുപ്പോടെ ഒരു വാക്ക് പോലും പറയാനും പറ്റുന്നില്ല എന്നൊക്കെ. ജാനകിയോട് അജയൻ പറയുന്നുണ്ട്, ഇപ്പം ആദർശിന് മക്കളില്ലെങ്കിലും ആദർശ് ഇപ്പം ചന്തുമോളെ മകളായിട്ട് അവരങ്ങ് സ്വീകരിച്ചു. അവർക്ക് താലോലിക്കാനൊരു കുഞ്ഞായി, പിന്നെ ഇപ്പം അഫിക്കും കുഞ്ഞായി. ഇനി നമുക്ക് താലോലിക്കാനായിട്ട് നമ്മുടെ മോൻ്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയും. അന്നേരത്തേന് ജാനകി പറയുക, അതെങ്ങനെ ഉണ്ടാകാനാണ്, അടുത്ത കാലത്തൊന്നും ആ ആഗ്രഹം നടക്കും തോന്നുന്നില്ല. കാരണം മോളയുടെ വിഷമത്തോടെയാണേലും എന്നോട് പറഞ്ഞു, മോളും മോനും അവരെ രണ്ടുപേരും ഒരുമിച്ചാണ് മുറിയിലെങ്കിലും രണ്ടുപേരും ശത്രുക്കളെ പോലെ തന്നെയാണ് കഴിയുന്നത്, ഒരിക്കലും ഒരു സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറയും. അതെങ്ങനെയാണ് അവൻ ഇപ്പോഴും ആ പെണ്ണിൻ്റെ പുറകെ ചുറ്റുകയല്ലേ, പിന്നെ എങ്ങനെയാണ് എൻ്റെ മോളോട് സ്നേഹം തോന്നുന്നതെന്നൊക്കെ ജാനകി പറയും. അത് കേൾക്കുമ്പോഴത്തേന് ഉടനെ അജയൻ പറയുന്നുണ്ട്, ആ കൊച്ചു മതിയായിരുന്നു, എന്ത് ചെയ്യാനാ, ഇപ്പോഴാണെങ്കിൽ അച്ഛനും വരെയും പറയുന്നുണ്ട് അവൾ മതിയായിരുന്നു പറയുന്നുണ്ടെന്നൊക്കെ പറയും. അത് എൻ്റെ മോളെ ഇങ്ങനെ പറയാൻ പാടില്ല, എൻ്റെ മോള് കഴിഞ്ഞിട്ടുള്ളൂ എനിക്കെല്ലാം, എല്ലാവരുടെ കൂടി ഇങ്ങനെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും, നയനയായിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നി പ്രവർത്തിക്കുന്നതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ജാനകി. എന്തായാലും എൻ്റെ മോളെ പറഞ്ഞു വിട്ടിട്ട് വേറെ ആരെയും ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാമെന്ന് ആരും ചിന്തിക്കുകയും വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകും അങ്ങ് ജാനകി വിടുന്നു. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. അച്ഛനോട് എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോഴത്തേന് മുത്തശ്ശനും പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയും. ചന്തുമോളുടെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചെന്ന് പറയും. ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് ആദർശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ടൊന്നും അല്ല എന്നുള്ള കാര്യം നീ ഒന്ന് മനസ്സിലാക്കണം. കാരണം ആദർശ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അന്നേരത്തെ ആ സാഹചര്യമൊക്കെ കണ്ടപ്പോഴും കുഞ്ഞ് ഓടി വന്ന ആദർശിൻ്റെ കയ്യെ കെട്ടിപ്പിടിച്ച് അച്ഛാന്നൊക്കെ വിളിച്ചപ്പോഴൊക്കെ ആ കുഞ്ഞിനെ അവിടെ ഇട്ടേച്ച് പോരാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരോ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ, അല്ലാതെ ആദർശിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നൊക്കെ പറയും. എന്നാൽ അച്ഛാ അവൻ്റെ ഭാഗത്തൊന്നും തെറ്റുമില്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്തെന്ന് ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇനിയിപ്പം അതൊക്കെ അവർ നോക്കിക്കോളും. പിന്നെ പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ഇനിയിപ്പം ചന്തുമോളെ നയനമോള് വിടത്തില്ല, അതിനെ ചേർത്ത് തന്നെ നിർത്താനായിരിക്കും ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ദേവ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അനാമിക അച്ഛനെയും അമ്മയും കാണാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ആ സമയത്ത് വേണു ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ മനുഷ്യൻ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്, ഞങ്ങളോട് ഞങ്ങളും കൂടെ ഒന്ന് ചിരിക്കട്ടെ എന്ന് പറയും. നന്ദു എന്ന് പറയുന്ന അവളെ മധുസാർ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു, അത് ആരുടെ ആയിരിക്കും നിനക്ക് ഊഹിക്കാവോ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, വേറെ ആരുടെ, എൻ്റെ ഭർത്താവല്ല വേറെ ആരും വിളിക്കത്തില്ലെന്ന് പറയും. അത് തന്നെയാണ്, ആ ഫോൺ മേടിച്ച് വെച്ചിട്ട് അവളെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തി സാറ്, എൻ്റെ മോളെയുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവളാ നന്ദു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചുള്ള പ്രവൃത്തി അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. എന്തായാലും മോളും അനിയായിട്ടൊരു ജീവിതമൊന്നും ഇനി ഉണ്ടാകത്തില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാമെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റ്. നിൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്വത്തൊക്കെ ഇല്ലേ, അതിൽ കുറച്ചൊക്കെ നിൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും. എൻ്റെ അച്ഛൻ അതൊക്കെ അമ്മ സമ്മതിച്ചാൽ പോലും അനിയും അച്ഛനൂടെ അതൊക്കെ മാറ്റി സമ്മതിപ്പിക്കും. അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവിടെ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായി എല്ലാവരും തമ്മിലടിച്ചാൽ മാത്രമേ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളതെന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. നന്ദുമോൾ തന്നെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ ആദർശം അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം കുഞ്ഞിനെ ഓടിച്ചെന്ന് എടുക്കുന്നൊക്കെ ഉണ്ട്. നയനാമെന്ന് പറഞ്ഞ് കുഞ്ഞും ഭയങ്കര സന്തോഷത്തിലാണ്. മോക്ക് അമ്മ എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നതെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് ഉടുപ്പുണ്ട് കളിപ്പാട്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നുണ്ട്. അന്നേരം ആദർശം കുഞ്ഞിനോട് നല്ല
നല്ല സൗമ്യമായിട്ട് തന്നെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അന്നേരം പറയും, എന്നാൽ നയനാമ്മ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ നമുക്കിട്ട് സുന്ദരിയാണോ നോക്കാം എന്നൊക്കെ പറയും. എന്നാൽ ഞാനിവിടെ വരാമെന്ന് ഉടനെ ആദർശ് പറയുന്നുണ്ട്. വേണ്ട, ഇപ്പം സ്ത്രീകളെ ഡ്രസ്സ് മാറുന്നിടത്ത് പുരുഷന്മാർക്ക് പ്രവേശനമില്ല, അല്ലേ മോളെ, വാ നമുക്ക് മാറാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നയനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആദർശ് അപ്പം എനിക്കൊരു ഉമ്മ തന്നിട്ടൊക്കെ പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശിനെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊണ്ട് ഉമ്മയൊക്കെ വെപ്പിക്കുന്നുണ്ട് നയന മേടിച്ച് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ചന്തുമോള് ദേവയാനിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, മുത്തശ്ശി എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സെന്ന് പറയും. നീ എന്തിനാ ഇതൊക്കെ ഇട്ടുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ദേവയാനി. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട്, നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ മോളെന്നൊക്കെ. എന്നിട്ട് പറയും, നയനാമ പറഞ്ഞിട്ടാണ് ഞാൻ വന്നെന്ന് പറയും. അവൾ അങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേന് കുഞ്ഞങ്ങോട്ട് അങ്ങ് മാറിപ്പോവും. അത് കഴിയുമ്പോഴത്തേന് നയന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നയനയോട് ദേവയാനി ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ആദർശേട്ടനെ വിശ്വാസമാണ്, അദ്ദേഹം ഒരു തെറ്റും ചെയ്യലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സങ്കടത്തിനൊപ്പം നിന്നതാന്നൊക്കെ പറയും. നിനക്ക് അവൻ്റെ സങ്കടം മാത്രം കണ്ടാൽ മതിയല്ലോ, ബാക്കിയുള്ളവരുടെ മനസ്സ് നേർന്നൊന്നും നിനക്ക് കാണണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അമ്മ ഇന്ന് ഈ കാണിക്കുന്ന പ്രശ്നമൊക്കെ പിന്നീട് ഒരു സങ്കടത്തിന് വഴിയാകും എന്നുള്ള കാര്യം അമ്മ ഇപ്പോൾ ഓർക്കണം. ഇന്ന് ഈ കുഞ്ഞിനോട് ചെയ്യുന്നതിനൊക്കെ അമ്മ പിന്നീട് ഓർക്കില്ല, ഇത്ര ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്, ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞിനോടാണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ മനസ്സിൽ ഓർക്കുന്ന ഒരു കാലം വരും അമ്മ എന്നൊക്കെ നയന ദേവയാനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിക്ക് എന്തോ ഒരു സങ്കടം പോലൊക്കെ തോന്നുന്നുണ്ട്. ആദർശ് വിഷമിച്ചിരിക്കുമ്പോഴത്തേനും നയനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്താ ആദർശേട്ടനെ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ എന്നോട് കാണിക്കുന്ന അകൽച്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ അകന്ന് പോകുമ്പോഴത്തേന് നമുക്കത് ഒരുപാട് സങ്കടമാകുകയില്ലേ എന്നൊക്കെ പറയും. ഞാനൊരു തെറ്റും ചെയ്യാതെ തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ ക്രൂശിക്കപ്പെടുന്നതെന്നൊക്കെ ചോദിക്കും. എന്തായാലും നമുക്കിതിൻ്റെ എല്ലാം മറുപടി ഉടനെ തന്നെ കൊടുക്കാൻ പറ്റുമല്ലോ, എല്ലാം തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചന്തുമോളെ നമ്മളിനി വിട്ട് കൊടുക്കുന്നൊന്നുമില്ല, നമ്മളുടെ കൂടെ തന്നെ നമ്മുടെ മൂത്ത മോളായിട്ട് ചന്തുമോൾ കഴിയുമെന്നൊക്കെ നയന പിന്നെയും പറയുന്നുണ്ട്. ജയൻ എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജയനോട് പറയുകയാണ്, എനിക്കിപ്പോൾ ആകെ മനസ്സിനൊരു സമാധാനമില്ല, ഞാനൊരു തെറ്റും ചെയ്യാതെ അച്ഛാ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും എന്നൊക്കെ പറയാം. അപ്പോൾ അജയനും അങ്ങോട്ട് വന്ന് പറയും, ഇതിലൊക്കെ എന്തോ ചതി നടന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, നിന്നെ ആരോ മനഃപൂർവ്വം ചതിച്ചതാണെന്നാണ് തോന്നുന്നത്, ഇനിയിപ്പം നമ്മുടെ കൂടത്തിൽ തന്നെ നിൽക്കുന്ന ആരാണെന്ന് ആർക്കറിയാം, നിങ്ങളുടെ കൂടെ അന്ന് ആ കുറുക്കനും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനി അവനാണോ ഇതിന് പ്രതിയെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയും. എന്തായാലും ഇത് താമസിയാതെ തെളിയും, അന്നേരത്തേന് അവനെ ആണോ എന്നുള്ള കാര്യത്തിന് നമുക്ക് തീരുമാനമെടുക്കാമെന്നൊക്കെ പറയും. നമ്മളൊരു ദിവസം ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ അഭി അന്നേരം പറഞ്ഞായിരുന്നു, കുഞ്ഞിനെ അവൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ. അവൻ അതിന് മാത്രമുള്ള ഹൃദയവിശാലതയൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും അവൻ അതൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് അങ്ങ് സങ്കടത്തോടെ പോവാണ്. അപ്പോൾ ശരിക്കും എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയത്തില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ അജയനും ജയനും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അഭി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അഭിക്ക് അപ്പോൾ ആകെ ടെൻഷനൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ അഭിയെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് ഇപ്പോൾ അഭിക്ക്.